ഉപ്പുതറ മാക്കപ്പതാൽ കണിമേട് റൂട്ടിൽ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിന്റെ ഇരുവശവും നിൽക്കുന്ന ഉണക്കമരങ്ങളാണ് കൂടുതലും അപകട ഭീഷണി ഉയർത്തുന്നത്. പഞ്ചായത്തിലും വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്നാണ് ആരോപണം ഉയരുന്നത്. ഉപ്പുതറ വളകോട് റൂട്ടിൽ മാക്കപ്പതാൽ ഭാഗത്തും മാക്കപ്പതാൽ കണിമേട് റൂട്ടിലും ജനങ്ങളുടെ ജീവന് ഭീഷണിയാകും വിധമാണ് മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. മാക്കപ്പതാൽ ഭാഗത്ത് തേക്കടി കൊച്ചി ഹൈവേയിൽ റോഡിൽ ഇടതുവശത്തു കൂടി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. ഈ ഭാഗത്താണ് മരങ്ങൾ ഉണങ്ങി വീഴാറായും ചുവട്ടിൽ മണ്ണില്ലാതെ നിലം പൊത്താറായി നിൽക്കുന്നത്. ഇത് വീണാൽ 3 ഫേസ് ഉൾപ്പെടെയുള്ള വൈദ്യുതി കമ്പിയിൽ വീണ് വലിയ അപകടത്തിന് വഴിയൊരുക്കും. മാക്കപ്പതാൽ കണിമേട് ഭാഗത്തെ റോഡിന്റെ ഇരുവശവും മരങ്ങൾ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. പകൽ പോലും റോഡ് ഇരുട്ടിലാണ്. ഇതുവഴി കടന്നു പോകുന്ന വൈദ്യുതി ലൈൻ മരങ്ങൾക്കുള്ളിലായി കഴിഞ്ഞു. ഏതു സമയം നിലം പൊത്താവുന്ന മരങ്ങളാണ് ഇരുവശവും നിൽക്കുന്നത്. ഈ റൂട്ടിൽ കൂടെ ഈ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്ന അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. കാരണം മരങ്ങൾ തെങ്ങി അടഞ്ഞു നിൽക്കുകയാണ്. ഈ കമ്പി 2-3 പ്രാവശ്യം ഈ കമ്പി പൊട്ടിയിട്ട് KC പോലുള്ള ഉദ്യോഗസ്ഥന്മാരത് കിട്ടിയതാണ്. ഇത് ഈ മരങ്ങൾ മുറിച്ച് മാറ്റാത്തത് അടുത്ത ഒരു കാറ്റ് വന്നാൽ ഇപ്പം ഈ മുരിക്ക് ഉൾപ്പെടെയുള്ള മരങ്ങൾ വട്ട ഉൾപ്പെടെ എല്ലാം ഉണങ്ങി ഇങ്ങനെ വഴിയിലിട്ടിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ ആരെങ്കിലും കടന്നു വന്നാൽ കമ്പി പൊട്ടി കിടക്കണം അറിയത്തില്ല, മരണം ഉറപ്പാണ്. സ്റ്റേറ്റ് ഹൈവേ റോഡാണ്. ആ റോഡിൻ്റെ ഇടത്ത് സൈഡിലായി നിൽക്കുന്ന ഒരു 5-6 മരങ്ങൾ ഉണങ്ങി വളരെ ഏത് നിമിഷവും കമ്പിയിലേക്ക് വീഴാവുന്ന സ്ഥിതിക്കാണ്. അത് ഒടിഞ്ഞു വീണാൽ ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന റൂട്ടാണിത്. ഏത് നിമിഷവും ആ മരങ്ങൾ ഒടിഞ്ഞു വീണാൽ വാഹനത്തിൻ്റെ മുകളിൽ വീഴാം. ആ കട തൊട്ടടുത്ത് നിൽക്കുന്ന കടയിൽ ഡെയിലി ഏത് സമയവും 8-10 വാഹനങ്ങൾ അവിടെ കൊണ്ട് വാഹനങ്ങൾ ഇട്ട് കാപ്പി കുടിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ മരങ്ങൾ ഒടിഞ്ഞു വീണാൽ തീർച്ചയായിട്ടും ആ കടയിലെ തിണ്ണയിൽ നിൽക്കുന്ന കടയുടെ മുറ്റത്ത് നിൽക്കുന്ന ആളുകൾക്കും ഷോക്ക് ഏൽക്കുമെന്നുള്ള കാര്യം സംശയമില്ല. കഴിഞ്ഞ വർഷം മാത്രം 3 തവണയാണ് മരം ഒടിഞ്ഞു വീണ വൈദ്യുതി ലൈൻ പൊട്ടി വീണത്. ഭാഗ്യം തുണച്ചതിനാൽ ഈ സമയം ആരും ഇതുവഴി കടന്നുപോയില്ല. അതിനാൽ ആളപായവും ഒഴിവായി. കണിമേട് റൂട്ടിൽ രാത്രിയും പകലും ആളുകൾ കടന്നു പോകുന്നുണ്ട്. വൈദ്യുതി ലൈൻ പൊട്ടിക്കിടന്നാൽ അറിയാനും കഴിയില്ല. മരങ്ങൾ വെട്ടി നീക്കണമെന്നാവശ്യമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ പലതവണ കണ്ടിട്ടും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. പരാതിയുമായി വൈദ്യുതി വകുപ്പിനെ സമീപിച്ചു. അവിടെ നിന്നും ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.